നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നല്ലൊരു ജോലി സമ്പാദിക്കാനായിട്ടാണ് മിക്കവരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ ചിലർ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കാനായും എത്തുന്നുണ്ട്. ഇത്തരക്കാരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് പോലീസ്. അത്തരത്തിൽ വിസിറ്റിംഗ് വിസയിലെത്തി കൃത്രിമ കാല് വെച്ച് ഭിക്ഷാടനം നടത്തിയ ആൾ ദുബായ് പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. പോലീസിനെ കണ്ടതോടെ ഇയാൾ കൃത്രിമ കാലൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. എന്നാൽ യുവാവിനെ പിന്തുടർന്ന പോലീസ് പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ ഇയാൾക്ക് വൈകല്യമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഒരു കാല് അറ്റുപോയതായി ഇയാൾ അഭിനയിച്ച് വീൽ ചെയറിൽ കൃത്രിമ കാലിൽ ഇയാൾ ഭിക്ഷാടനം നടത്തുകയായിരുന്നു. ഏഷ്യക്കാരനാണ് പോലീസ് പിടിയിലായിട്ടുള്ളത്. സന്ദർശക വിസയിലെത്തിയ ഇയാളിൽ നിന്ന് 3000 ദിർഹവും പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ യാചകരായ സഹോദരങ്ങളെയും ഭാര്യമാരെയും പിടികൂടിയിട്ടുണ്ട്. പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ഭിക്ഷാടനം. യാചകരെ കുറിച്ച് 901 നമ്പറിലോ ഈ ക്രൈം വിഭാഗത്തിലോ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേരത്തെയും സമാനമായ തരത്തിൽ ഒരാളെ പിടികൂടിയിരുന്നു. കൃത്രിമ അവയവങ്ങൾ ശരീരത്തിൽ ഘടിപ്പിച്ച് ഭിക്ഷാടനം നടത്തിയ ഇയാളുടെ കയ്യിൽ നിന്ന് വൻതുകയാണ് കണ്ടെത്തിയിരുന്നത്. കൃത്രിമ കാലിൽ 3 ലക്ഷം ദിർഹം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് കേണൽ അലി അൽ ഷംസിയാണ് പറഞ്ഞത്. വീടുകൾക്കും പള്ളികൾക്കും സമീപമാണ് ഇയാൾ പതിവായി പണം യാചിച്ച് ഇരുന്നിരുന്നത്. വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിയ ഇയാളെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് മാറ്റുകയായിരുന്നു. സമാനമായ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാചകരെ സൂക്ഷിക്കണമെന്ന വ്യക്തമാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പും പോലീസ് പുറത്തിറക്കിയിരുന്നു. ആളുകളുടെ ദയനീയത പിടിച്ചുപറ്റാൻ അടവുകളുമായി എത്തുന്ന യാചകരുടെ കെണിയിൽ വീഴരുതെന്നാണ് പോലീസ് പറഞ്ഞത്. പ്രത്യേകിച്ച് റമസാൻ കാലം ലക്ഷ്യമിട്ട് ദുബായിലെത്തി പള്ളികൾക്ക് സമീപം കറങ്ങി നടന്ന പണം യാചിക്കലാണ് ഇവരുടെ പതിവ് രീതി. പിടിയിലായ 90% യാചകരും റംസാൻ മാസത്തിൽ വിസിറ്റിംഗ് വിസയിൽ സന്ദർശകരായി ദുബായിൽ എത്തിയവരാണെന്നും ഇത്തരത്തിലുള്ള യാചകരെ പിടികൂടാൻ തങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബ്രിഗേഡിയർ ജനറൽ സയ്യിദ് സുഹൈൽ അലി ഐലി പറഞ്ഞു. ഇത്തരക്കാരുടെ തട്ടിപ്പിൽ വീഴരുത്. ബെഗിംഗ് ഈസ് എ റോങ് കൺസെപ്ഷൻ ഓഫ് കമ്പാഷൻ എന്ന പേരിൽ പോലീസ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഭിക്ഷ തേടലിനൊപ്പം മോഷണവും കുട്ടികളെ ചൂഷണം ചെയ്യലും തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ഉണ്ടായേക്കാമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. 2022 റമസാൻ മാസത്തിൽ മാത്രം 604 യാചകരെയാണ് പിടികൂടിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.